ഹലോ എവരി വൺ, വെൽക്കം ടു യുണൈറ്റഡ് ടേസ്റ്റ്. ഇന്ന് നമ്മൾ ഒരു നാടൻ ഡിഷാണ് ചെയ്യുന്നത്, ചെമ്മീൻ റോസ്റ്റ്. സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ. എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നതെന്ന് അറിയില്ല. പിന്നെ ചെമ്മീൻ നമുക്ക് ഏത് രീതിയിലും റോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഇത് എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ഒരു വേർഷനാണ്. നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു 1/2 കിലോ ചെമ്മീനാണ് എടുത്തത്. ഒരു വിത്ത് ഷെല്ല് ഒരു 1/2 കിലോ ആയിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ടാവും ഒബ്വിയസ്ലി. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്നത് ഞാനിപ്പോൾ ആഡ് ചെയ്യാം കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ പലർക്കും അത് ക്ലീനിങ് ബുദ്ധിമുട്ട് പോലെ ആയിരിക്കുമല്ലോ. അപ്പോൾ അത് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ തന്നെ ആഡ് ചെയ്യുന്നതാണ്. ഈ ചെമ്മീൻ ക്ലീൻ ചെയ്യേണ്ട മടി കൊണ്ട് പലരും ചെമ്മീൻ വാങ്ങിക്കാറില്ല. ഈ ചെമ്മീൻ ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. ഞാൻ ഒരെണ്ണം ചെയ്യുന്ന കാണിച്ചു തരാം. ഇത് ചുമ്മാ ഒരെണ്ണം എടുക്കുക. ഇങ്ങനെ തല എടുക്കുന്നില്ലെങ്കിൽ നമുക്ക് ചുമ്മാ അത് കട്ട് ചെയ്ത് കളയാം. ഞാൻ ചില സമയത്ത് വലുതൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഹെഡ് ബട്ടർ എടുക്കാറുണ്ട് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഞാൻ കറിയിലേക്ക് ആഡ് ചെയ്യും. പിന്നെ നമ്മൾ ഇവിടെ വാങ്ങിക്കുന്ന ചെമ്മീൻ നാട്ടിലത്തെ അത്രയും ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അപ്പോൾ ഞാൻ തല മാറ്റിയതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ബോഡി ഉണ്ടാവും. ബോഡിയിലുള്ള ആ ഒരു ഷെല്ല് പുറത്തേക്ക് വരും. പിന്നെ 2-3 ഇങ്ങനെ ആക്കിയതിന് ശേഷം ഈ വാലിൽ പിടിച്ച് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പോരും. ഓക്കെ, അതിനുശേഷം ഇതിൽ ഒരു എന്താണ് ഗട്ട്സ് ഉണ്ടാവും, ലൈക്ക് വേസ്റ്റ്. അപ്പോൾ അത് ചുമ്മാ ഒരു നൈഫ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആ വേസ്റ്റ് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. വേസ്റ്റ് പോകുന്ന ആ ഒരു ട്രാക്ക് കണ്ടോ, ഇതിങ്ങനെ മാറ്റുക. അപ്പോൾ ക്ലീനായി. ചിലർ താഴത്തെ ഈ വെയിനും കളയാറുണ്ട്, പക്ഷെ ഞാൻ അത് ചെയ്യാറില്ല. ഈ മുകളിലത്തെ ഈ ഗട്ട്സ് മാത്രം എടുത്ത് കളയാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത്. പിന്നെ വേണ്ടത് 4 സബോള, ഒരു 3 ചെറിയ ടൊമാറ്റോ, ഒരു 3 വെളുത്തുള്ളി, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ പൊടികളാണ് ഉപയോഗിക്കുന്നത്. അത് ഞാൻ ചെയ്യുന്ന സമയത്ത് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അതാ ഞാൻ ചട്ടിയടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. ടൊമാറ്റോ ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സബോളയും വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചട്ടി ചൂടായി തുടങ്ങി. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതൊന്ന് ഫ്രാഗ്രൻസ് റിലീസ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് സബോള ആഡ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് സബോള ആഡ് ചെയ്യാം കേട്ടോ. കുറേ സബോളയായിട്ടൊക്കെ തോന്നും, പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ആ ചെമ്മീൻ്റെ ഫ്ലേവറിൽ ഇത് വരുമ്പോൾ നല്ല രസമാണ്. ഇത് മാത്രം കഴിക്കാൻ നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതും ഒന്ന് വാടി തുടങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇതിലേക്ക് അല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം, പെട്ടെന്നാവുന്നതിന് വേണ്ടിയിട്ട്. ഈ സബോള വാടുന്ന ടൈമാണ് ഇതിനകത്ത് കുറച്ചധികം കൊടുക്കുക. അതല്ലാതെ വേറെ അധികം കുക്കിംഗ് ടൈമില്ല. നമ്മുടെ സബോള വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തക്കാളി നല്ല രീതിയിൽ വാടി വരണം, വെന്ത് വരണം. ശരിക്കും വെന്തുടയാൻ തുടങ്ങണം. അപ്പോഴത്തേക്കും നമുക്ക് മസാലകൾ ചേർത്തിട്ട് ചെമ്മീനും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ തക്കാളി നല്ല രീതിയിൽ വെന്ത് മെൽറ്റായി വരണം. ഓക്കെ, അപ്പോൾ നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. ഞാനിത് നേരത്തെ തുറന്ന് 2-3 പ്രാവശ്യമൊക്കെ ഇളക്കിയത് വെച്ചതാണ്. ഇതിപ്പോൾ അതാ നല്ല രീതിയിൽ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനാവശ്യമായിട്ടുള്ള മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ആഡ് ചെയ്യാണ്. അതൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് തുടങ്ങുമ്പോഴത്തേക്കും മുളക് പൊടി ആഡ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ആ മഞ്ഞൾപ്പൊടി ചൂടായതിന് ശേഷം മുളക് പൊടി ആഡ് ചെയ്യാം. ഇനി ഒരു 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി കേട്ടോ. പിന്നെ ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി ഒരു 1.5 ആഡ് ചെയ്തോ, നല്ല കളറ് എല്ലാം വേണം. അപ്പോൾ ഒരു 1.5 ആഡ് ചെയ്യുന്നുണ്ട്.
എന്നിട്ട് നമുക്കിത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ആ പൊടികളുടെ ഒരു പച്ചമണം മാറിക്കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് നല്ല രീതിയിലൊന്ന് റോസ്റ്റ് ആവണം. റോസ്റ്റ് മീൻസ് ലൈക്ക് ആ പച്ച മണം മാറണം എല്ലാ പൊടികളിലും. പ്രത്യേകിച്ചും കാശ്മീരി ചില്ലി പൗഡർ ഒന്ന് വന്നില്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എപ്പോഴും നിൽക്കും ഇങ്ങനെ ബാക്ക്. അത് മൂക്കാത്തതിൻ്റെ ഒരു മണം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് നല്ല രീതിയിൽ ഡ്രൈ ഒക്കെ ലൈക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് ലൈക്ക് ആ പൊടികളെല്ലാം ഒന്ന് മൂക്കുന്നവരെ ഇളക്കി കൊടുക്കാം കേട്ടോ. ആ പൊടികൾ മൂത്തിട്ട് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നല്ല രീതിയിൽ നമുക്കത് ഇളക്കി യോജിപ്പിച്ചിട്ട് പിന്നെ കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ജസ്റ്റ് ഇത് ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. അപ്പോൾ അതിലത്തെ ചെമ്മീനിലുള്ള വാട്ടർ കണ്ടൻസ് ഒക്കെ പുറത്ത് വരും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്നത് മൂടി വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ചെമ്മീനിൽ നിന്ന്. നമുക്ക് ഈ സമയത്ത് ഇതിനകത്തേക്ക് ബാലൻസ് ആവശ്യമുള്ള ഉപ്പ് വേണമെന്ന് ചെക്ക് ചെയ്തിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ സബോളയിൽ മാത്രം ഉപ്പിട്ടിട്ടുണ്ടായുള്ളൂ. അപ്പോൾ ഇപ്പം ഉപ്പില്ല, നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് തന്നെ ഫ്ലെയിം കുറച്ച് കൂട്ടി ഇതിനെ നല്ല രീതിയിൽ റോസ്റ്റാക്കി എടുക്കാം. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് നല്ല രീതിയിൽ ഡ്രൈ ആയി സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഈ ഡിഷിൽ നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് ആകെ തക്കാളി മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. തക്കാളിക്ക് നല്ല പുളിയുള്ള തക്കാളിയാണ് എടുക്കേണ്ടത് ഇതിനകത്ത്. അപ്പോൾ ആ തക്കാളിയുടെ പുളി മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ കുടംപുളി, വാളംപുളി അങ്ങനത്തെ ഒരു പുളികളും ചേർക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് തക്കാളി പുളിയില്ലാത്ത തക്കാളിയാണ് കിട്ടുന്നതെങ്കിൽ ഒരു അല്പം ചൊറുക്ക ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ വല്ല കുടംപുളിയുടെ ഒരു പീസ് ഉള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പുളിക്ക് വേണ്ടിയിട്ട് മാക്സിമം നല്ല പുളിയുള്ള തക്കാളി ഉപയോഗിക്കാൻ ശ്രമിക്കാം. നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം കേട്ടോ. നല്ല അമേസിങ് ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ഗ്രേവി, ഈ ഒരു ഐറ്റം കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ നൂലപ്പത്തിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ എന്ത് കൂടെ വേണമെങ്കിലും പെയർ ചെയ്യാം. അത്രയ്ക്കും അമേസിങ് ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ. ആ സബോള വാടാനുള്ള ടൈം മാത്രമേ എടുക്കുകയുള്ളൂ. ബാക്കിയെല്ലാം സിമ്പിളായിട്ട് പെട്ടെന്ന് കഴിയും. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യാം കേട്ടോ. സൂപ്പറായിട്ട് ഐറ്റം റെഡി ആയിട്ടുണ്ട്. നല്ല ഈ ഗ്രേവിയാണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ്. ആ ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് ആ സബോളയും ആ ഒരു തക്കാളിയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നല്ല തിക്കായിട്ടുള്ളൊരു ഐറ്റമാണത്. ഇതേപോലെ തന്നെ നമ്മൾ സ്ക്വിഡും ചെയ്യും കേട്ടോ. സ്ക്വിഡിലും തേങ്ങ കൊത്തൊക്കെ ഇട്ടിട്ട് ഞാൻ ഇനി അടുത്തൊരു റെസിപ്പി ആയിട്ട് ഇടാം. നല്ല ടേസ്റ്റാണ് ഈ ഐറ്റം കഴിക്കാനായിട്ട്. ഇതാ മക്കളെ, നോക്കൂ, നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. നമ്മളിതിനകത്ത് പൊടിയായിട്ട് ഇട്ടിരിക്കുന്നത് ആകെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ്. ബാക്കിയെല്ലാം നാച്ചുറലി ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടേസ്റ്റാണ് വരുന്നത്. അതിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇൻഫ്യൂസ് ചെയ്ത് എൻഹാൻസ് ചെയ്തെടുത്തേ ഉള്ളൂ. ഓക്കെ, ഇതെൻ്റെ വീട്ടിലുണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ ചെമ്മീൻ റോസ്റ്റിൻ്റെ. കൂടുതലും നാട്ടിൽ നമ്മൾ കുഞ്ഞു ചെമ്മീൻ വെച്ചിട്ടാണ് ചെയ്യുക. ഇവിടെ നമുക്ക് കുഞ്ഞു ചെമ്മീൻ്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്. അത് കാരണം ഈ വലിയ ചെമ്മീൻ എടുക്കേണ്ടി വന്നു. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ചൂടാണ് കേട്ടോ, ഇപ്പോൾ ഉണ്ടാക്കിയല്ലേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും പെയർ ചെയ്യാം കേട്ടോ. ഈവൻ ചപ്പാത്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷാണ്. അപ്പം ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. ഓക്കെ, ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം അറിയിക്കുക. അതല്ല, നിങ്ങൾക്ക് എന്താ അഭിപ്രായം പറയാമെന്ന് വെച്ചാൽ അത് പറയുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല ഡിഷുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ബൈ ഫ്രം ജിബേൻ.